പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ യുവതി മരിച്ചത് ചികിത്സാ പിഴവ് മൂലം എന്ന് പരാതി. കോട്ടവട്ടം സ്വദേശി 38 വയസ്സുള്ള അശ്വതിയാണ് കഴിഞ്ഞ ദിവസം മരിച്ചത്. ഛർദിയും തലകറക്കവുമായാണ് ആശുപത്രിയിൽ എത്തിയത്. ചികിത്സാ പിഴവ് ഉണ്ടായി എന്ന ബന്ധുക്കളുടെ ആരോപണം ആശുപത്രി അധികൃതർ നിഷേധിക്കുകയാണ്. മൃതദേഹം കൊല്ലം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ മരണകാരണം വ്യക്തമാവുകയുള്ളൂ എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി മനോജ് അപ്പുക്കുട്ടൻ ആണ് ഉള്ളത്. മനോജ്, സ്വാഭാവികമായും കുടുംബത്തിന് സംശയമുണ്ടാകാം. ഇങ്ങനെ നിസ്സാരമായ ലക്ഷണങ്ങളോടുകൂടി എത്തിച്ച ഒരാൾ എങ്ങനെ മരണപ്പെട്ടു എന്നുള്ളത്. പ്രാഥമികമായി ഈ മരണത്തിന് കാരണമായിട്ടുള്ളൊരു സാഹചര്യം എന്താ എന്നുള്ളതാണ് ഈ ആശുപത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന പ്രതികരണം. വളരെ ദാരുണമായ ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം സംഭവിക്കുന്നത്. അശ്വതി പുനലൂരിലുള്ള ഒരു സ്വകാര്യ സ്കൂളിലെ അധ്യാപികയാണ്. അവധി ദിവസമായതിനാൽ വീടിനടുത്ത് ട്യൂഷനും എടുക്കാറുണ്ട്. ട്യൂഷൻ ക്ലാസ്സിൽ നിൽക്കുന്ന സമയത്താണ് ഉച്ചയ്ക്ക് ഛർദിൽ അനുഭവപ്പെടുന്നത്. ആ ഛർദിൽ അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഭർത്താവിന്റെ ബൈക്കിലാണ് രണ്ടുപേരും കൂടി പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് എത്തുന്നത്. ആശുപത്രിയിലെത്തി ചികിത്സാ നടപടികൾ ആരംഭിച്ചു. ഗ്ലൂക്കോസ് നൽകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വലിയ തോതിലുള്ള അസ്വസ്ഥ്യം അനുഭവപ്പെടുകയായിരുന്നു. നിരവധി ടെസ്റ്റുകൾ ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായെങ്കിലും കൃത്യമായ രോഗനിർണയം നടത്താൻ സാധിച്ചില്ല. അവസാനം ICUവിലേക്ക് മാറ്റി മരണം സംഭവിക്കുകയായിരുന്നു. ഇത് സ്വാഭാവികമായും ബന്ധുക്കൾക്ക് വലിയ തരത്തിലുള്ള ഒരു സംശയത്തിന് ഇട നൽകി. നാട്ടുകാരും ബന്ധുക്കളും ആശുപത്രിയിൽ വലിയ തോതിൽ ബഹളവും ഒച്ചപ്പാടുമൊക്കെ ഉണ്ടാക്കുകയും ചെയ്തു. പോലീസ് എത്തി മണിക്കൂറുകളോളം പരിശ്രമത്തിനൊടുവിലാണ് രംഗം ശാന്തമാക്കിയത്. മുൻപ് യാതൊരുവിധ അസുഖങ്ങളും ഇല്ലാത്ത കുട്ടിയായിരുന്നുവെന്നും ചെറിയ ഒരു ഛർദിൽ അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് ആശുപത്രിയിൽ എത്തിയതെന്നും ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നും ചികിത്സയിൽ സംഭവിച്ചിട്ടുള്ള പിഴവ് ആകാം മരണകാരണം എന്നുമാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. ഇവരത് പോലീസിൽ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ പോലീസ് സർജന്റെ നേതൃത്വത്തിൽ പോസ്റ്റ്മോർട്ടം നടപടികൾക്കായാണ് മൃതദേഹം ഇന്ന് രാവിലെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി അയച്ചിട്ടുള്ളത്. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായതിനു ശേഷം അതിലെ മരണകാരണം വ്യക്തമാവുകയുള്ളൂ. വ്യക്തമാകുന്ന മരണകാരണത്തിന്റെ അടിസ്ഥാനത്തിൽ ബാക്കി നടപടികൾ സ്വീകരിക്കുമെന്നാണ് ആശുപത്രി അധികൃതർ നൽകുന്ന വിശദീകരണം. അതായത് നിലവിൽ ഏതെങ്കിലും തരത്തിൽ പിഴവ് സംഭവിച്ചിട്ടില്ല എന്ന് തന്നെ ആശുപത്രി അധികൃതർ പറയുകയാണല്ലേ? ആശുപത്രി അധികൃതർ പറയുന്നത് ചികിത്സയിൽ യാതൊരുവിധ പിഴവും സംഭവിച്ചിട്ടില്ല എന്ന് തന്നെയാണ് തീർത്തു പറയുന്നത്. അപ്പം വേണ്ട വിധത്തിലുള്ള നിരവധി ടെസ്റ്റുകൾ എടുത്തു. പക്ഷേ ഈ ടെസ്റ്റുകളിലൊന്നും കൃത്യമായ ഒരു രോഗനിർണയം കണ്ടെത്താൻ സാധിച്ചില്ല എന്നൊരു അഭിപ്രായവും ആശുപത്രി അധികൃതർ നൽകുന്നുണ്ട്. അപ്പോഴും ബന്ധുക്കൾക്കുണ്ടാകുന്ന സംശയം ഈ വലിയ ലക്ഷണങ്ങളോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ലാതെയാണ് ആശുപത്രിയിലേക്ക് എത്തിയത്. മനോജ് പറയുന്ന പോലെയെങ്കിൽ 2 വീലറിന്റെ പുറകിൽ ഇരുന്ന് യാത്ര ചെയ്ത് ആശുപത്രിയിലെത്തിയ ഒരാളാണ് മരണപ്പെടുന്നത്. അതെ, ഭർത്താവിനൊപ്പമാണ് ആശുപത്രിയിൽ 2 വീലറിലാണ് എത്തുന്നത്. ആശുപത്രിയിലെ പടികൾ, കാഷ്വാലിറ്റി മുതലുള്ള പടികളെല്ലാം നടന്നു തന്നെയാണ് പോകുന്നത്. കാഷ്വാലിറ്റിയിൽ ഡോക്ടർക്ക് മുമ്പിൽ ഇരിക്കുമ്പോഴും വലിയ അസ്വസ്ഥതകളൊന്നുമില്ലായിരുന്നു. ചികിത്സാ നടപടികൾ ആരംഭിച്ചതിന് ശേഷമാണ് അസ്വാസ്ഥ്യം കൂടുതലായി അനുഭവപ്പെട്ടത്. ഇതുകൊണ്ട് തന്നെയാണ് ബന്ധുക്കൾ സംശയിക്കുന്നത് ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പിഴവ് പറ്റിയിട്ടുണ്ടോ എന്ന് സംശയിക്കാനുള്ള പ്രധാന കാരണം അത് തന്നെയാണ്. ഇതിൽ ഈ മരണം ഏതാണ്ട് ആശുപത്രിയിൽ എത്തിച്ച് എത്ര മണിക്കൂറുകൾക്ക് ശേഷമാണ്? അത്തരം കാര്യങ്ങളിൽ വ്യക്തതയുണ്ടോ മനോജ്? ഒരു 3 മണിക്കാണ്, പകൽ 3 മണിക്കാണ് ഇവരെ ആശുപത്രിയിൽ എത്തുന്നത്. വൈകിട്ട് ആശുപത്രിയിൽ എത്തി 1 മണിക്കൂറിന് തന്നെ കാഷ്വാലിറ്റിയിൽ നിന്നും ICUവിലേക്ക് മാറ്റി. വൈകിട്ട് 6 മണിയോടെ മരണം സംഭവിച്ചുവെന്ന് ബന്ധുക്കളോട് ആശുപത്രി അധികൃതർ പറയുകയായിരുന്നു. ഈ മരണം സംഭവിച്ചത് എങ്ങനെ, അല്ലെങ്കിൽ മരിക്കാനുണ്ടായ ഒരു കാരണം എന്ത് എന്നുള്ളത് പ്രാഥമികമായെങ്കിലും ഈ ആശുപത്രി അധികൃതരുടെ ഭാഗത്ത് നിന്ന് പ്രതികരണമായി വന്നിട്ടുണ്ടോ? അവര് അത്തരം കാര്യങ്ങളൊന്നും വ്യക്തമാക്കാൻ തയ്യാറാകുന്നില്ല. ആശുപത്രി പുനലൂർ താലൂക്ക് ആശുപത്രി നേരത്തെയും വിവാദങ്ങളിൽ കുടുങ്ങിയ ആശുപത്രിയാണ്. ഒരു പേവിഷബാധയുമായി ബന്ധപ്പെട്ട് എത്തിയ ഒരു 13 വയസ്സുകാരിക്ക് ഇഞ്ചക്ഷൻ നൽകിയതിലുള്ള പാകപ്പുഴ മൂലം കുട്ടിക്ക് പേ പിടിച്ച് മരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അത് നിയമ നടപടികളൊക്കെ നിലനിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ കൂടുതൽ വിവാദങ്ങളിൽ കുരുങ്ങാതിരിക്കാനായിരിക്കണം ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്നും വലിയ വിശദീകരണങ്ങളൊന്നും നൽകിയിട്ടില്ല. ഇപ്പോൾ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചിരിക്കുകയാണല്ലേ? പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി അവിടെ നിന്നും തിരിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഈ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധങ്ങൾ അവിടെ ആശുപത്രിക്ക് മുന്നിലോ മറ്റോ ഉണ്ടായോ? കഴിഞ്ഞ ദിവസം വലിയ ഒച്ചപ്പാടും ബഹളവും ആശുപത്രിക്കുള്ളിൽ ബന്ധുക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു.
മണിക്കൂറുകളോളം വലിയ ഒച്ചപ്പാടും ബഹളങ്ങളും ഉണ്ടായിരുന്നു. രാവിലെ എന്നാൽ പോലീസ് കൃത്യമായ രീതിയിൽ കൈകാര്യം ചെയ്തു. കാരണം ഇന്ന് തന്നെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്ത് ബന്ധുക്കൾക്ക് ലഭിക്കണമെന്നുള്ളത് കൊണ്ട് വളരെ ദ്രുതഗതിയിൽ തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ പോലീസ് സർജനാണ് പോസ്റ്റ്മോർട്ടം നടത്താൻ അങ്ങോട്ടേക്ക് അയക്കുകയായിരുന്നു. ഈ സൂചിപ്പിക്കുന്ന പോലെ നേരത്തെയും പുനലൂർ താലൂക്ക് ആശുപത്രിക്ക് നേരെ ചില വിമർശനങ്ങളൊക്കെ ഉയർന്നതാണ്. അതിനിടയിലാണ് ഇപ്പോൾ യുവതി മരിച്ചത്. ചികിത്സാപ്പിഴവ് മൂലം എന്നാണ് കുടുംബം പറയുന്നത്. കോട്ടവട്ടം സ്വദേശി 38 വയസ്സുള്ള അശ്വതിയാണ് മരിച്ചത്. അവർ ട്യൂഷൻ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തലകറക്കവും ഛർദിയും അനുഭവപ്പെടുന്നു. ഭർത്താവിൻ്റെ ബൈക്കിൽ ആണ് ആശുപത്രിയിലേക്ക് എത്തിയത്. അവിടെ നിരീക്ഷണത്തിലായിരുന്നു. പിന്നീട് ആരോഗ്യനില മോശമായി എന്നുള്ളതാണ്. ഈ എന്താണ് സംഭവിച്ചത് എന്ന് ആശുപത്രി അധികൃതർക്ക് അല്ലെങ്കിൽ ഡോക്ടർമാർക്ക് തിരിച്ചറിയാതെ പോയോ എന്ന് തന്നെയാണ് സംശയം ബലപ്പെടുത്തുന്നത്. അതിനപ്പുറത്ത് മറ്റേതെങ്കിലും ഗുരുതരമായ അസുഖങ്ങൾ ഉണ്ടായിരുന്നോ, അത് നേരത്തെ കുടുംബം അറിയാതെ പോയോ, അത് പൂർണ്ണമായും ഒരു ചികിത്സാ പിഴവ് എന്നൊന്നും നമുക്കിപ്പോൾ നിരീക്ഷിക്കാനാവില്ല. എങ്കിലും സ്വാഭാവികമാണ് ഇത്തരത്തിൽ ചെറിയ ലക്ഷണങ്ങളോടെ ആശുപത്രിയിൽ എത്തിച്ച ഒരാളെ ആശുപത്രിയിൽ എത്തിച്ചിട്ടും ജീവൻ രക്ഷിക്കാനായില്ല എന്നത് സ്വാഭാവികമായും ആ കുടുംബത്തിന് അത്രമേൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ടാകാം. ചികിത്സാ പിഴവ് എന്നതിൽ കുടുംബം ഇപ്പോൾ ഉറച്ചു നിൽക്കുകയാണ്. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ റിപ്പോർട്ടിലാണ് എന്താണ് സംഭവിച്ചത് എന്നത് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കൂ എന്നാണ് പോലീസ് പറയുന്നത്.